ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നല്ല, നാളെ പോകാനാണ്. അപ്പോൾ ഒരു പുലർച്ചെ പോവാച്ചിട്ടാണ്. അപ്പോൾ നീട്ടി 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 ലാസ്റ്റ് ഇനി ഇത് പോകുമെന്നുള്ള ഉറപ്പിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ കണ്ണിൽ ഇതാ ഒരു കുരു വന്നു. നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ പാക്കേജും എല്ലാം ഒന്ന് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാൻ, ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ്, കുറച്ച് ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് കൊച്ചേച്ചി, പിന്നെ അശ്വതി, പിന്നെ ഞാൻ, അനു, അമ്മ, അച്ഛൻ്റെ മാമനാണ് കൂടെ വരുന്നത്. അച്ഛൻ ചില ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റുന്നില്ല. കാരണം ഒരു റേഷ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് അച്ഛൻ നാളെ വരാൻ പറ്റില്ല. അപ്പം നമ്മളെ മാമനാണ് നമ്മളെ ട്രിപ്പിനെ കൊണ്ടുപോകുന്നത്. മാമനാണ് നമ്മളെ എവിടേക്കാണ് പ്ലാൻ ചെയ്ത് വയനാട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പൂർണ്ണമായിട്ട് പ്ലാൻ ചെയ്ത് മാമൻ്റെ കൂടെ ഞങ്ങൾ കയറും. മാമനാണ്. പിന്നെ നമ്മൾ എവിടെ ആണെങ്കിലും കോഴിക്കോട് പ്ലാൻ ചെയ്തിട്ട് വയനാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലേതെങ്കിലും 2 സ്ഥലത്തേക്ക് ചിലപ്പോൾ വൺ ഡേ ട്രിപ്പ് തന്നെയാണ്. നാളെ കലയിൽ പുലർച്ചെ പോയിട്ട് നൈറ്റ് എത്താനാണ് തീരുമാനം. പക്ഷെ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും നാളെ പുലർച്ചെ. അപ്പം എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവള് ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ഇടുന്ന പ്ലാൻ ചെയ്യും. ഈ പാൻറ്റാറിന് പിന്നെ അച്ഛൻ കുറച്ച് ബേക്കറി സെറ്റപ്സ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇതിൽ പൊള്ളിച്ചിട്ടുണ്ട്, പിന്നെ മുറുക്കുണ്ട്, പിന്നെ എന്താ പക്കവടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം മെയിനായിട്ടുള്ള 2 സാധനം എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് ഹെഡ്സെറ്റ് നമുക്ക് അമ്മ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാതെ എന്തൊക്കെയോ ഉണ്ടാക്കണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ മാന്തൾ വറുത്തതാണ്. കണ്ടില്ലേ, അത് ടേസ്റ്റ് ചെയ്യാൻ ഇതെടുത്ത്. ഏണ്ട ഈ ഉപ്പുമീൻ എങ്ങനെ സാധിക്കുന്നു നിനക്ക് ഇങ്ങനെ കഴിക്കാൻ? നമ്മ കഴുകിയിട്ട് ഇപ്പൊ കളഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ, അതിന് സവാള ഒക്കെ ഇട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം അനു കഴിക്കാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം കഴിക്കാനേ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാന്തള വറുത്ത സ്പെഷ്യലാണ്. പിന്നെ നമുക്കിന്ന് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട്. വെള്ളം എടുക്കാം. ഈ വെള്ളം എടുത്ത് കറി കൊണ്ടിട്ടുണ്ട് ഇന്നലെ നമ്മളെ. അപ്പം അതമ്മ ഒരു കറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വറുത്ത് കഴിഞ്ഞു കിട്ടുന്നല്ലേ. അപ്പം ഞാൻ കൈ കഴുകി വരാം. അപ്പം ഗൈസ് ഞാൻ കഴിക്കായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ആദ്യം എനിക്ക് ഇഷ്ടമാണ് മീൻകറി മീനെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ മീൻകറി കുറച്ച് മീനൊക്കെ തിരഞ്ഞെടുക്കാം. എല്ലാവരും വരുന്നതിന് മീൻ എടുത്ത് കഴിഞ്ഞാൽ അപ്പം മീൻകറി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമുക്കതിന് പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പേരി വരുന്നുണ്ട്. നമ്മുടെ തന്നെ വീട്ടിലുണ്ടായിരുന്ന വെണ്ടയ്ക്കുപ്പേരിനെയാണ്, വെണ്ടക്കായ സോറി, അത് ഉപ്പേരി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ആര്യം അത് അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കഴിക്കാൻ. പിന്നെ ഞാൻ ക്യാമറ നോക്കൂല. ഉപ്പേരി എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കുപ്പേരി, എനിക്കിഷ്ടമാണ്. പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഷ്ണമീൻ കറി, കഷ്ണം എടുത്തിട്ടുണ്ട് 2 അമ്മ ഏത് കറി എടുത്തേ? മീൻകറി. എല്ലാവർക്കും മീൻകറി വേണ്ടു. 2 കറി അമ്മ വെറുതെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാവർക്കും മീൻകറിയേ വേണ്ടു. അപ്പം ഞാൻ അവിടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉപ്പേരി, പിന്നെ കുറച്ച് മീൻ പൊട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കുകയാണ്. ഉപ്പേരി ഇട്ടു. ഉണ്ട്, സെറ്റാണോ? സെറ്റാണ്. അപ്പം 3 മണി ആവാൻ 10 മിനിറ്റാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക. നല്ല വിശപ്പുണ്ട് എനിക്ക്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിവാണ് ഇവിടെ കുക്കുംബർ കഴിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കുക്കുംബർ കഴിക്കാറുണ്ട്. അപ്പം അതിനുള്ള റെഡിയൊക്കെയാണ് ആര്യ.
ഹലോ അശ്വതി, നമ്മുടെ ശാശ്വതി ചേച്ചി വന്നത്. നമ്മൾ പലഹാരങ്ങളൊന്നും കൊടുക്കുന്നുണ്ട്. ഓ ഗായ്സ് സൈഡുണ്ട്. അപ്പം നമുക്ക് ബാഗ് സെർച്ച് ചെയ്യാം ഫസ്റ്റ്. ഗായ്സ് ഇങ്ങോട്ട് നോക്കിയത് സാധനം ഇത് അവൾക്ക് കുടിക്കാനുള്ള മരുന്നാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ടീഷർട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പാൻറ് കൊടുക്കുന്നുണ്ട്, ഒരു ഷോർട്ട്സ് കൊടുക്കുന്നുണ്ട്, ഒരു പേഴ്സ് ഉണ്ട്, അവളുടെ പൈസ ഒക്കെ ഇട്ടിരിക്കണം. പിന്നെ ഒരു റിബണുണ്ട്, ബണ്ണുണ്ട്, പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ചാർജറുണ്ട്, പിന്നെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ ഉണ്ട്, നേക്കുന്നുണ്ട്, ഐലൈനർ ഉണ്ട്, ലാസ്റ്റിലുണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, 2 തരം ലിപ്സ്റ്റിക്ക്, ഒരു ലിപ്പാണ്. ഒരു വലിയൊരു അളഞ്ഞു. നെക്സ്റ്റ് ആണ് വലിയൊരു വൈറ്റ് കർച്ചീഫ്, അവളുടെ മൊബൈൽ. അപ്പം ഇതേ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ആകെ ഈ സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് ആയെങ്കിലും നമുക്ക് ഈ ബാഗിൽ വേണ്ട സാധനങ്ങൾ മുഴുവൻ ഉണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11 മണിക്കായപ്പോൾ അച്ചും വേദും ഉറങ്ങാണ്. പ്രത്യേകിച്ച് ഇതവിടെ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ സമയം എന്താ 2 മണിയായി. 2 മണിയായപ്പോൾ ഞങ്ങൾ ട്രിപ്പിലേക്കുള്ള ഒരുക്കലാണ്. അപ്പം ചിലവരിതാ ചിലർ കുളിക്കുന്നു, എല്ലാവരും ബ്രഷ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും നീറ്റ് റെഡിയായി. വേദു മാത്രം ഉറക്കത്തിൽ നീറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ 2:30 ആയപ്പോഴേക്കും എല്ലാവരും റെഡിയായിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം അച്ഛനില്ലാത്തതുകൊണ്ട് അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അച്ഛന് ഒരു ബായൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പമ്പിൽ കയറിയിട്ട് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ സെറ്റായിട്ട് പോയി. നല്ല വൈബിലാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നിട്ട്. നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. വേദു കയറിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിച്ചെങ്കിലും വേദു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് വർത്താനം പറഞ്ഞ് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരി, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.